ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ പിന്നെയും വന്നിരിക്കുകയാണ് ശ്യാമാസ് അക്കാഡമിയിൽ നിന്ന്. കുറേ നാൾ നമ്മൾ ക്ലാസ് എടുത്തില്ല, കാരണം ടീച്ചർക്ക് പനിയായിരുന്നു. സോറി. നമുക്ക് ഇനിയും ക്ലാസ്സുകൾ കാണാം. ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോഴത്തേനും പുതിയ ചാപ്റ്ററൊക്കെ ടീച്ചർമാർ എടുക്കാൻ വേണ്ടി നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3ാം ക്ലാസ്സിലെ യൂണിറ്റ് 3 നമുക്ക് നോക്കാം അല്ലേ. ഇൻ ഹാർമണി. എന്താണ് ഹാർമണി എന്ന് പറഞ്ഞാൽ? ഐക്യം അല്ലേ. നമ്മുടെ ഗാന്ധിജിയുടെ ഒരു കോട്ടോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ 2 യൂണിറ്റിലും 2 കോട്ടുകൾ വായിച്ചു. അതാരുടെയാണെന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഗാന്ധിജി ആരാ? ഗാന്ധിജി ഗാന്ധിജിയുടെ ഫുൾ നെയിം ആർക്കെങ്കിലും അറിയോ? ഇല്ല, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അല്ലേ. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ആൾ ജനിച്ചത്. കുറച്ചാൾ ടീച്ചറും ഗുജറാത്തിലായിരുന്നു. ഓക്കെ, നമുക്ക് ഈ കോട്ടൊന്ന് വായിക്കാം കേട്ടോ. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം നന്മയുള്ളതും യോജിപ്പുള്ളതുമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അവിടെ സന്തോഷമുണ്ടാകുമെന്നാണ് നമ്മുടെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു കോട്ട് കൊടുത്തേണ്ടാവുക? ഇതിനകത്ത് ചെറിയൊരു ഐക്യം ഉണ്ടല്ലേ, അവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അവിടെ ഒരു മരത്തിൽ കുറേ കാക്ക ഇരിപ്പുണ്ടല്ലേ. പിന്നെയോ, പിന്നെ എന്തുണ്ട്? നായ്ക്കുട്ടികളുണ്ട്. ഒരു നായയും ഉണ്ടല്ലേ, വലിയൊരു നായയുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഉദ്ദേശിച്ചേക്കണത്? അറിയില്ല. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. 62ാമത്തെ പേജിൽ, നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണല്ലേ, ഹൂ ആർ ഹിഡൻ ഇൻ ദ പിക്ചർ. ആരൊക്കെയാണ് ഈ പിക്ചറിൽ ഒളിച്ചിരിക്കുന്നത്? ചെറിയൊരു ക്ലൂ തരാം ടീച്ചർ. മുമ്പ് ടീച്ചർ പറഞ്ഞ 2 പേര് ഇതിനകത്തുണ്ട്, പിന്നെ അല്ലാതെ 2 പേരും ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ നന്നായിട്ട് കളറടിച്ച്, വൃത്തിയിൽ കളറടിക്കണം, പുറത്ത് പോകാതെ കേട്ടോ. കളറടിച്ചിട്ട് മിടുക്കന്മാരായിട്ട് ടീച്ചറെ കൊണ്ട് കാണിക്കണം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പേജിലേക്ക് നോക്കാം. റോക്കി ദ പപ്പി. ആ പിക്ചർ നോക്കിക്കേ. അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു നായ്ക്കുട്ടിയുണ്ട്, കുറച്ച് ബീസ് ഉണ്ട് അല്ലേ, കുറച്ച് തേനീച്ചകളുണ്ട്. പിന്നെയോ, പിന്നെ എന്തുണ്ട്? മരക്കൊമ്പിൽ ഒരു കാക്കച്ചിപ്പെണ്ണുണ്ട്. കാക്കച്ചിപ്പെണ്ണിൻ്റെ കൂട്ടിൽ 2 കാക്ക കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കഥ നോക്കാം കേട്ടോ. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ് എ യമ്മി മീൽ. അവനെന്താണ്, യമ്മി ആയിട്ടുള്ളൊരു മീലൊക്കെ കഴിച്ചല്ലേ, ഫുഡൊക്കെ കഴിച്ച് പതുക്കെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ? മരത്തിൻ്റെ ചോട്ടിൽ. ബീസ് ബസ്റ്റ് എറൗണ്ട് ഹിസ് ഹെഡ്. അവൻ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ തലയ്ക്ക് ചുറ്റും ആരാണ് പറഞ്ഞ് മൂളിക്കൊണ്ട് നമ്മുടെ തേനീച്ചകൾ വന്നു. ബീസ് ബസ്ഡ് അല്ലേ, മുഴങ്ങി മുഴങ്ങി ബീസിൻ്റെ സൗണ്ട് കേട്ടല്ലേ, ബസ്ഡ് മുഴങ്ങുക കേട്ടോ. എറൗണ്ട് ചുറ്റുപാട്. ഹെഡ് നിങ്ങൾക്കറിയാലോ. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റിംഗ് മീ. എന്നെ ദയവ് ചെയ്ത് ശല്യപ്പെടുത്തരുത്. ആര് പറഞ്ഞിട്ടുണ്ടാകും? നമ്മുടെ റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി അല്ലേ. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. അവൻ്റെ കണ്ണ് പതുക്കെ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്. അവൻ എന്ത് ചെയ്തു? ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി അല്ലേ. കണ്ണടച്ച് പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. എ ക്രോ വാസ് വാച്ചിങ് എവറിത്തിങ്. ഒരു കാക്കച്ചി എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു അല്ലേ. കാക്കച്ചിനെ നോക്കിക്കേ. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. റോക്കി വേക്ക് അപ്പ്, ഡോണ്ട് annoy me, he said. അവൾ എന്ത് ചെയ്തു? കാക്കച്ചി പെണ്ണ് പറന്നു വന്ന് നമ്മുടെ തേനീച്ചക്കൂട്ടത്തിൻ്റെ മേലേക്കടെ നടന്നു അല്ലേ, പറന്ന് നടന്നു. റോക്കി വേക്കപ്പ്. റോക്കി എന്ത് ചെയ്തു? ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഡോണ്ട് അനോയ് മീ. എന്നെ ശല്യപ്പെടുത്തരുത്. ഹി സെഡ്. അവൻ പറഞ്ഞു അല്ലേ, അനോയ് ശല്യപ്പെടുത്തുക. വാട്ട് വിൽ റോക്കി ഡു? ഒരു ക്വസ്റ്റ്യൻ താഴത്തെ കണ്ടോ. എന്ത് റോക്കി ചെയ്തേ ഉണ്ടാകും അല്ലേ. എന്ത് ചെയ്തേ ഉണ്ടാകും? നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്തേ ഉണ്ടാകും? അടുത്ത പേജിൽ നോക്കാം. ദ ചേസ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് പിന്തുടരുക. ചേസിൻ്റെ മീനിങ് പിന്തുടരുക. ആരെയായിരിക്കും പിന്തുടരുന്നുണ്ടാവുക? നമുക്ക് നോക്കാം. റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്വിറൽ. റോക്കി എന്ത് ചെയ്തു? റോക്കി നായ നമ്മുടെ സ്ക്വിറലിനെ. ആരാ സ്ക്വിറല്? അല്ലേ. അണ്ണാൻ കുഞ്ഞിനെ ഒരു പൂച്ച ഓടിക്കുന്നത് അല്ലെ, ചേസ് ചെയ്യുന്നത് കണ്ടു. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അവൻ എന്ത് ചെയ്തു? കുറച്ച് ഫണ്ണിയാക്കാം, കുറച്ച് കളിക്കാം എന്ന് അവൻ ചിന്തിച്ചു. ഹി ചേസ്ഡ് ദ ക്യാറ്റ്.
അവനെന്ത് ചെയ്തു? റോക്കി നായ നമ്മുടെ പൂച്ചക്കുട്ടീനെ ചേസ് ചെയ്തു, പിന്തുടർന്നു. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. ദ ക്യാറ്റ് ഹിസ്ഡ്. നമ്മുടെ പൂച്ച എങ്ങനെയാണ്? പൂച്ച നായി ദേഷ്യപ്പെട്ടല്ലേ, എന്നിട്ട് പറയാണ് ലീവ് മീ, എന്നെ വിടൂ അല്ലേ, ഞാനാ അണ്ണാൻകുഞ്ഞിനെ ക്യാച്ച് ചെയ്യട്ടെ, പിടിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ പൂച്ച സാറ് ഭയങ്കരമായിട്ട് ചൂടായി. ആരോട്? അറ്റ് ഹിം അല്ലേ, റോക്കിനോട്. ബൈ ദെൻ ദ സ്ക്വിറൽ ഹാഡ് ക്ലൈംഡ് അപ്പ് എ ട്രീ. നമ്മുടെ സ്ക്വിറൽ ഈ തക്കം നോക്കി ചാടി ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് അങ്ങോട്ട് കയറി. ചിൽ ചിൽ ചിൽ. സ്ക്വിറൽ ചിലച്ചു. ഇറ്റ് മോക്ക്ഡ് ദ ക്യാറ്റ്. ആരെ നോക്കി? സ്ക്വിറൽ നമ്മുടെ പൂച്ച സാറിനെ നോക്കി കളിയാക്കി ചിലച്ചു അല്ലേ, പരിഹസിച്ചു. മോക്ക്ഡ് പരിഹസിച്ചു. ദ ക്യാറ്റ് ഓൾസോ ക്ലൈംഡ് അപ്പ്. ക്യാറ്റ് എന്ത് ചെയ്തു? ക്യാറ്റ് വള്ളിപ്പിടിച്ച് മരത്തിൻ്റെ മണ്ടയ്ക്ക് അങ്ങോട്ട് കയറി. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. റോക്കി നമ്മുടെ ക്യാറ്റിനെയും അതുപോലെ തന്നെ ക്യാറ്റ് ഓടിക്കുന്ന സ്ക്വിറലിനെയും നോക്കി താഴത്ത് നിന്നു അല്ലേ. ഇത്രയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്യാറ്റ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ടീച്ചർ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും അത് എഴുതിയെടുക്കുക അല്ലേ. വെക്കേഷന് ചുമ്മയൊക്കെ ഇരിക്കുമ്പോൾ ക്ലാസ് ചിലത് കാണണം നല്ലതാണ് കേട്ടോ, മുമ്പേ പഠിച്ചു പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.